നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വന്തം. അനായാസം മുംബൈ ഇന്ത്യൻസിനെ തകർത്തെറിഞ്ഞിരിക്കുന്നു ചെന്നൈ സൂപ്പർ കിങ്സ്. യെസ്, വാങ്കഡയിലിട്ട് തോൽപ്പിച്ചു, ഇതാ ചെപ്പോക്കിലിട്ടും തോൽപ്പിച്ചിരിക്കുന്നു. തകർപ്പൻ ജയം, 8 വിക്കറ്റിൻ്റെ തകർപ്പൻ ജയമാണ് 11 പന്തുകൾ ശേഷിക്കെ CSK നേടിയിരിക്കുന്നത്. കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നിശ്ചിത 20 ഓവറുകളിൽ 7 വിക്കറ്റ് 159 റൺസ് എടുത്തപ്പോൾ 18.1 ഓവറുകളിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ CSK വിജയത്തിലേക്ക് കുതിച്ചെത്തി. CSKയുടെ വിജയത്തിൽ എടുത്തു പറയേണ്ട ബാറ്റിംഗ് പ്രകടനം ഒരിക്കൽ കൂടി നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് നടത്തിയിരിക്കുന്നു. 48 പന്തിൽ 5 ഫോറും 2 സിക്സും അടക്കം അദ്ദേഹം 67 റൺസ് അടിച്ച് പുറത്താ നിന്നപ്പോൾ കാർത്തിക് ശർമ്മയുടെ കാര്യം എടുത്തു പറയണം. ഇമ്പാക്റ്റ് സബ്ബായിട്ട് ഇറങ്ങി അദ്ദേഹം തൻ്റെ കന്നി IPL അർദ്ധ സെഞ്ചുറി നേടിയിരിക്കുന്നു. 40 പന്തുകൾ 4 ഫോറും 3 സിക്സും അടക്കം 54 റൺസ് അടിച്ച് അദ്ദേഹവും പുറത്താകെ നിന്നു. ആ അവസരത്തിനൊത്തുള്ള പ്രകടനത്തിലൂടെ CSK വിജയത്തിലേക്ക് കൊണ്ടുപോയി. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് അവരുടെ ഓപ്പണിംഗ് വളരെ പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോയി. രണ്ടാമത്തെ ഓവറിൽ വിൽ ജാക്സ് അൻഷുൽ കമ്പോജിൻ്റെ പന്തിൽ രാമകൃഷ്ണ ഘോഷ് പിടിച്ച് പുറത്താക്കുമ്പോൾ 5 പന്തുകൾ നേരിട്ട താരത്തിന് 1 റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത്. രണ്ടാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ മികച്ച രൂപത്തിൽ ടീം മുന്നോട്ട് പോയി. റിയാൻ റിക്കിൾട്ടൺ 24 പന്തുകളിൽ നിന്ന് 37 റൺസ് അടിച്ച് നിൽക്കവേ 5 സിക്സറുകൾ അദ്ദേഹം അടിച്ചത്. നൂർ അഹമ്മദിൻ്റെ പന്തിൽ തന്നെ ഒടുവിൽ ഉർവിൽ പട്ടേൽ പിടിച്ച് പുറത്താവുകയായിരുന്നു. നമാന്തിർ 37 പന്തുകളിൽ 57 റൺസ് അടിച്ചപ്പോൾ സൂര്യകുമാർ യാദവ് 12 പന്തിൽ 21 റൺസാണ് അടിച്ചത്. പിന്നീട് അങ്ങോട്ടുള്ള ബാറ്റിംഗ് കൊണ്ട് കാണണം. തിലക് വർമ്മ 8 പന്തുകൾ 5 റൺസ്. ഹാർദിക് പാണ്ഡ്യയൊക്കെ വളരെ ബുദ്ധിമുട്ടി റണ്ണടിക്കാൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2 ഫോറുകളുടെ സഹായത്തോടെ 23 പന്തിൽ നിന്ന് 18 റൺസ് മാത്രമാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റൻ നേടിയത്. റോബിൻ മിൻസ് 5 റൺസ് അടിച്ചു. ഭഗത് 3 റൺസും ട്രെൻറ്റ് ബോൾട്ട് 7 റൺസുമായിട്ട് പുറത്താകുന്നു. അങ്ങനെ 20 ഓവറുകളിൽ 7 വിക്കറ്റ് 159. CSKയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി അൻഷുൽ കമ്പോജി കിടിലൻ ബൗളിംഗ്. 4 ഓവറിൽ 32 റൺസ് അദ്ദേഹം 3 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ 4 ഓവറിൽ 26 റൺസിന് 2 വിക്കറ്റ് നൂർ അഹമ്മദ് പിഴുതു. ജെയ്മി ഓവേർട്ടൺ വീണ്ടും എക്കണോമിക്കലായിട്ട് പന്തെറിഞ്ഞു. 4 ഓവറിൽ 23 റൺസിന് അദ്ദേഹം 1 വിക്കറ്റ് എടുത്തു. മറുപടി ബാറ്റിങ്ങിൽ സഞ്ജു സാംസൺ ആദ്യം ഒരു ക്യാച്ച് ഡ്രോപ്പ് ആയതാണ് സ്ലിപ്പിൽ. എന്നാൽ വീണ്ടും അതേപോലെ തന്നെ അദ്ദേഹം പുറത്താകുന്ന കാഴ്ച നിരാശാജനകമായിരുന്നു. ജസ്പ്രീത് ബുംറയുടെ പന്തിൽ റിയാൻ റിക്കിൾട്ടൺ പിടിച്ച് പുറത്താകുമ്പോൾ 9 പന്തുകളിൽ നിന്ന് 2 ഫോർ സഹായത്തോടെ 11 റൺസാണ് ചേട്ടൻ നേടിയിരുന്നത്. ഉർവിൽ പട്ടേൽ വൺ ഡൗൺ ആയിട്ട് ഇറങ്ങി മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്തു. 12 പന്തുകൾ 2 ഫോറും 2 സിക്സും അടക്കം 24 റൺസ് അടിച്ച് നിൽക്കവേ അല്ലാ ഗസൻഫറുടെ പന്തിൽ പ്ലേ ഡൗൺ ആവുകയായിരുന്നു. എന്നാൽ പിന്നീട് വിക്കറ്റുകൾ വീഴാതെ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി ഋതുവും കാർത്തിക് ശർമ്മയും. ഋതു 48 പന്തിൽ 5 ഫോറും 2 സിക്സും അടക്കം 67 റൺസ് അടിച്ചപ്പോൾ കാർത്തിക് ശർമ്മ 40 പന്തിൽ 4 ഫോറും 3 സിക്സും അടക്കം 54 റൺസ് അടിച്ചു. അങ്ങനെ ഡു ഓർ ഡൈ സിറ്റുവേഷനിൽ നടന്ന മത്സരം അത് CSK അനായാസം വിജയിച്ചേറിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സിൽ എത്താം.